ശരിക്കും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എവിടെയാണ്? ഒരു വിഭാഗം ഇറാൻ അനുകൂലികൾ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ഇത് വലിയ രീതിയിൽ ആഘോഷമാക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ജെറുസലേമിലെ സത്താഫ് കഫേയിൽ നിന്നുകൊണ്ട് ചായ കുടിക്കുമ്പോൾ പകർത്തിയ രീതിയിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ അത് വൈറലായി മാറിയിരുന്നു. ഈ വീഡിയോ പുറത്തു വന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ പ്രചരിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിന് 6 വിരലുകൾ ഉണ്ട് എന്ന തരത്തിൽ അത് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. എന്നാൽ ഈ വീഡിയോ ആദ്യം തന്നെ അത് AI നിർമ്മിതമാണ് എന്നത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ രണ്ടാമത് പുറത്തു വന്ന വീഡിയോയിലാകട്ടെ വിരലുകൾ എണ്ണുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്തുന്നതായിട്ടുള്ള വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എക്സിലാകട്ടെ വലിയ രീതിയിൽ ഇത് വൈറലായി മാറുകയും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നതിന് ഈ വീഡിയോ തന്നെ മതിയാകുമെന്ന് ചില കമന്റുകൾ വരുന്നതിനോടൊപ്പം തന്നെ ഇത് വ്യാജമായി നിർമ്മിച്ച വീഡിയോ ആണെന്ന് പോലും പലരും കമന്റുകൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് കൃത്യമായി ഒരു അന്വേഷണം നടത്തിയത് വഴി AI ചാറ്റ്ബോട്ടായ ഗ്രേക്ക് ആകട്ടെ ഈ വീഡിയോ അത് AI നിർമ്മിത ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച് അത് വലിയ സൃഷ്ടിച്ച ഒരു വീഡിയോ ആണ് എന്ന വാദമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ 6 വിരലുകളുള്ള AI വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആ വാർത്തകൾ നിഷേധിച്ചിരുന്നു. പിന്നാലെ തന്നെ കോഫി ഷോപ്പിൽ നിന്ന് ചായ കുടിക്കുന്ന നെതന്യാഹുവിന്റെ മറ്റൊരു വീഡിയോ ആണ് പിന്നീട് പങ്കുവച്ചത്. എന്നാൽ ഇപ്പോഴിതാ ഈ വീഡിയോയും AI നിർമ്മിതമാണ് എന്ന് തന്നെയാണ് വാർത്തകളും പ്രചരിക്കുന്ന വീഡിയോയിൽ നെതന്യാഹു ജെറുസലേമിലെ സത്താഫ് കഫേയിൽ നിന്ന് ചായ കുടിക്കുന്നത് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ്. തൻ്റെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് തനിക്ക് 5 വിരലുകളെ ഉള്ളൂ എന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഹിബ്രു ഭാഷയിലുള്ള വീഡിയോയിൽ പരിഹാസ രൂപത്തിലാണ് നെതന്യാഹു സംസാരിക്കുന്നതും. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് എക്സിലെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് ആകട്ടെ ഈ വീഡിയോയും AI നിർമ്മിതമാണ് എന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. പ്രചരിക്കുന്ന വീഡിയോ നെതന്യാഹുവിന്റെ ഡീപ് ഫേക്ക് വീഡിയോ ആണ് എന്നതാണ് ഇവർ അവകാശപ്പെടുന്നത്. പിന്നാലെ തന്നെ മറ്റു പലരും ഈ വീഡിയോയിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കപ്പിലെ കോഫി ആകട്ടെ ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് എന്നും കണ്ടെയ്നറിന് പിന്നിൽ മാസ്ക് ഇട്ട ഉപഭോക്താവ് നിൽക്കുന്നത് കാണാമെന്നും പലരും അഭിപ്രായപ്പെടുന്നു. വീഡിയോയുടെ ആ ഒരു ക്ലോസ് ഷോട്ടുകൾ നൽകിയാണ് ഈ വീഡിയോ അതായത് ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. കാപ്പിയിലേക്ക് നോക്കിയ ശേഷം നെതന്യാഹുവിന്റെ മുഖം അത് മാറുന്നുവെന്നും ഒരാൾ അവകാശപ്പെടുന്നുണ്ട്. ആദ്യം വൃത്താകൃതിയിലേക്ക് ഇരുന്ന മുഖം പിന്നീട് ഓവൽ ആകൃതിയിലേക്ക് മാറിയെന്നും ഇത് AI തന്നെയാണ് എന്നതാണ് മറ്റൊരാൾ അവകാശപ്പെടുന്നത്. എന്നാൽ പലരെയും ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. മാത്രമല്ല എത്രയൊക്കെ അഭ്യൂഹങ്ങൾ ഉയർന്നാൽ പോലും അദ്ദേഹം ഇപ്പോഴും കൊല്ലപ്പെട്ടിട്ടില്ല, ജീവനോടെ തന്നെ അദ്ദേഹം സുരക്ഷിതമായ ഒരു താവളത്തിൽ കഴിയുന്നു എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇതിനോടായി തന്നെ അതായത് ഇത്തരത്തിൽ വീഡിയോ പ്രചരിക്കുന്നതിലല്ല അല്ലാതെ പൊതുവായി തന്നെ ഇസ്രായേൽ അവിടെ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നതും ഈ ഒരു തരത്തിലേക്കാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.